CS2 പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാപ്റ്റർ 8 ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഡാറ്റാബേസ് എന്താണ് ഒരു ഡാറ്റാബേസ് എന്ന് പറയുന്നത്? ഒരു ഹ്യൂജ് എമൗണ്ട് ഡാറ്റ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തിനെയാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഡാറ്റാബേസിന്റെ ആവശ്യം? നമ്മുടെ സ്കൂളിലെ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കീപ്പ് ചെയ്യാം. ആ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം? ഒന്നുകിൽ നമുക്ക് റെക്കോർഡിക്കലി ബുക്കായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ ഫയൽസ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു അപ്ഡേഷൻ അതിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടേക്കാണോ ഈ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുള്ളത്, അപ്പൊ ഒരു ബുക്കിലാണെങ്കിൽ നമുക്ക് ആ ബുക്കിലെ കറക്റ്റ് പേജ് എടുക്കുക, ആ പേജിനകത്ത് നമുക്ക് അപ്ഡേഷൻസ് വരുത്താനായിട്ട് പറ്റും. ഇപ്പോൾ ഫയലാണെങ്കിൽ ഫയലില് ഇന്ന സ്ഥലത്ത് നമുക്ക് പോയിട്ട് അപ്ഡേഷൻ. സ്കൂളിന്റെ ഡാറ്റ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് അത് അവിടെ പോയി കറക്റ്റ് ആയിട്ട് അപ്ഡേഷൻസ് വരുത്താനായിട്ട് പറ്റും. ഇത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ റിസൾട്ട്, നമ്മുടെ +2 റിസൾട്ട്, ഈ കേരളത്തിലുള്ള എല്ലാ കുട്ടികളുടെയും +2 റിസൾട്ട് സേവ് ചെയ്യാൻ ഒരു കമ്പ്യൂട്ടറിലെ ഫയലിനകത്ത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് അത് ആക്സസ് ചെയ്യാനായിട്ടാണെങ്കിലും അത് ഡീൽ ചെയ്യാനൊക്കെ ആയിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കുറേയധികം ഡാറ്റാസ് നമുക്ക് വരികയാണെങ്കിൽ അതൊരു ബുക്കിനകത്ത് എഴുതി വെക്കാനായിട്ടോ അല്ലെങ്കിൽ അതിൽ അപ്ഡേഷൻ വരുത്താനൊക്കെ ആയിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റാബേസിലോട്ട് സ്റ്റോർ ചെയ്യാനുള്ള ഡാറ്റാബേസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പൊ നമ്മൾ സെൻട്രലൈസ്ഡ് ആയിട്ട് ഡാറ്റാബേസിനകത്ത് ഡാറ്റ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഡാറ്റ ആവശ്യത്തിനനുസരിച്ച് ആക്സസ് ചെയ്യാനായിട്ട് ഉള്ള പോസിബിലിറ്റി അവൈലബിൾ ആണ്. നമുക്ക് ഡിഫറെന്റ് ഫയൽസ് ആയിട്ട് വേണമെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് ഡിഫറെന്റ് ഫയൽസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കീപ്പ് ചെയ്യാം. നമ്മുടെ ഡാറ്റാസ് നമുക്ക് വേണമെങ്കിൽ ഫയൽസിൽ കീപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ചധികം ഡ്രോബാക്ക് അതിലുണ്ട്. നമുക്ക് നോക്കുന്നത് എന്തൊക്കെ ഡ്രോബാക്ക് ആണ് ആ ഫയൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ വരുന്നത്. സെയിം ഡാറ്റയുടെ തന്നെ മൾട്ടിപ്പിൾ കോപ്പീസ് ഫയൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നമ്മൾ എടുത്തു വെക്കാറുണ്ട്. അപ്പോൾ അത് ഡാറ്റ ഡ്യൂപ്ലിക്കേഷന് കാരണമാകും. അതുപോലെ രണ്ടാമത്തെ ഡ്രോബാക്ക് ആണ് പ്രത്യേകിച്ച് ഡാറ്റയ്ക്ക് പ്രൊട്ടക്ഷൻ ഒന്നും കൊടുക്കാനുള്ള ഒരു മെക്കാനിസം ഇതിൽ OS കൊടുക്കുന്ന പാസ്വേഡ് സിസ്റ്റം അല്ലാതെ വേറെ പ്രത്യേകിച്ച് മെക്കാനിസംസ് ഒന്നും നമുക്കതിനകത്ത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടില്ലെങ്കിൽ, കറക്റ്റായിട്ട് റിട്രീവ് ചെയ്തിട്ടില്ലെങ്കിൽ അത് കറക്റ്റ് ഒരു ഡാറ്റ ഫയലിനകത്ത് മാനേജ് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ക്രാഷ് ഉണ്ടാകുമ്പോൾ, നമ്മുടെ സിസ്റ്റം ഫെയിലിയർ വരുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ചെയ്യാത്ത ഡാറ്റാസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനാണ് ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതായത് കൺസിസ്റ്റന്റ് സ്റ്റേറ്റ്, കറക്റ്റ് വാല്യൂസ് എല്ലാ ഫയൽസിലും ഉണ്ടാകുന്നതിനെയാണ് കൺസിസ്റ്റന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകൺസിസ്റ്റൻസി ഒക്കെ ചെയ്യാനുള്ള ചാൻസും അതിനകത്ത് കൂടുതൽ, കാരണം ക്രാഷ് റിക്കവറി മെക്കാനിസംസ് അതിനകത്ത് വരുന്നില്ല. അതുപോലെ തന്നെ പ്രത്യേകിച്ച് സ്റ്റാൻഡർഡൈസേഷനൊന്നും നമുക്ക് ഡാറ്റ റിട്രീവ് ചെയ്യുന്നതിനും അതുപോലെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനും പ്രത്യേകിച്ച് റൂൾസോ റെഗുലേഷൻസോ ഒന്നും നമ്മുടെ ഫയൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ വരുന്നില്ല. അപ്പോൾ ഇത്രയാണ് അതിന്റെ ഡ്രോബാക്സ് എന്ന് പറയുന്നത്. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഇന്റർറിലേറ്റഡ് ഡാറ്റ സ്റ്റോർഡ് ടുഗദർ വിത്ത് മിനിമം റിഡൻഡൻസി. റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷൻ അധികം ഇല്ലാതെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ, എന്തെങ്കിലും റിലേഷൻഷിപ്പ് അവർ തമ്മിൽ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഡാറ്റയെ കീപ്പ് ചെയ്യുന്ന സ്ഥലത്തിനെയാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഈ DBMS എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഈ ഡാറ്റാബേസിന്റെ കാര്യങ്ങളൊക്കെ, അതായത് അതിന് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, അതിന് ഡാറ്റ റിട്രീവ് ചെയ്യുന്നത്, അതുപോലെ അതിന്റെ മെയിന്റനൻസ് കാര്യങ്ങൾ, ഇതെല്ലാം ഡീൽ ചെയ്യുന്ന പ്രോഗ്രാംസിനെയാണ് എന്ന് പറയുന്നത് DBMS എന്ന് പറയുന്നത്, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഡാറ്റാബേസിനുള്ളത് നോക്കാം. ആദ്യത്തേതാണ് കൺട്രോളിംഗ് റിഡൻഡൻസി. റിഡൻഡൻസി ഞാൻ പറഞ്ഞു എന്താണ്, നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ വരുന്നതിനാണ് റിഡൻഡൻസി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫയലായിട്ടൊക്കെയാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ പല സ്ഥലങ്ങളിലായിട്ട് നമ്മുടെ ഡാറ്റ ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതിനാണ് റിഡൻഡന്റ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസിലോട്ട് ഡാറ്റ സേവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തില്ല, റിഡൻഡൻസി കുറയ്ക്കാനായിട്ട് പറ്റും. അതാണ് ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡാറ്റ കൺസിസ്റ്റൻസി. ഇപ്പൊ നമ്മൾ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസിലോട്ട് ഡാറ്റ സേവ് ചെയ്ത് അതിൽ മാത്രം അപ്ഡേഷൻ നടത്തിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും ഡാറ്റാബേസിനകത്ത് ഉണ്ടായിരിക്കാം. നമ്മൾ ഫയലില് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റാസ് നമുക്ക് കീപ്പ് ചെയ്യുകയാണെങ്കിൽ, ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റ നമ്മൾ എവിടെയെങ്കിലും കീപ്പ് ചെയ്യുകയാണെങ്കിൽ എല്ലാ കോപ്പിയിലും അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ചില കേസുകളിൽ നടന്നു എന്ന് വരില്ല. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ ഇൻകൺസിസ്റ്റൻസി ഒക്രീറ്റ് എന്ന് പറയുന്നത്. ഡാറ്റ ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുകയാണെങ്കിൽ സെയിം ഡാറ്റ തന്നെ പക്ഷെ പല സ്ഥലങ്ങളിലും പല വാല്യൂസ് ആയിരിക്കും അതിന് ഉണ്ടായിരിക്കും.
അങ്ങനെ വരുന്നതിനാണ് ഇൻകൺസിസ്റ്റന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ഡാറ്റാബേസ് വഴി പറ്റുന്നതാണ്. പിന്നെ ഡാറ്റ ഇന്റഗ്രിറ്റി. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഡാറ്റ ഇന്റഗ്രിറ്റി എൻഷുർ ചെയ്യാനുള്ള മെക്കാനിസംസ് അവൈലബിൾ ആണ്. അപ്പൊ ഡാറ്റ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഓവറോൾ കംപ്ലീറ്റ്നെസ് ആണ്. അക്യുറേറ്റ് ഡാറ്റ ആയിരിക്കണം ഡാറ്റാബേസിനകത്ത് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ് ഡാറ്റ ഇന്റഗ്രിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എഫിഷ്യന്റ് ഡാറ്റ ആക്സസ്. കുറച്ചുകൂടി സ്പീഡിൽ നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാനായിട്ട് യൂസിങ് ഡാറ്റാബേസ് പോസിബിൾ ആയിരിക്കും. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ആണ് ഷെയറിംഗ് ഓഫ് ഡാറ്റ. ഡാറ്റ ഷെയർ ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസിയാണ് ഡാറ്റാബേസ് വഴി നമ്മൾ ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത്. പിന്നെ ക്രാഷ് റിക്കവറി. എന്തെങ്കിലും എറർ സംഭവിക്കുന്ന സമയത്ത് ഡാറ്റാബേസ് നമ്മൾ അപ്ഡേഷൻ നടത്തുന്ന സമയത്തോ എപ്പോഴെങ്കിലും എറർ വരികയാണെങ്കിൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള മെക്കാനിസം DBMS അവൈലബിൾ ആണ്. അടുത്താണ് എൻഫോഴ്സ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. നമുക്കൊരു പ്രത്യേക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. ഇതിൽ നിന്ന് ഡാറ്റ റിട്രീവ് ചെയ്യാനും ഡാറ്റ സ്റ്റോർ ചെയ്യാനും പ്രത്യേക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് DBMS ഉണ്ടായിരിക്കും. അടുത്ത ടോപ്പിക്കാണ് കമ്പോണൻസ് ഓഫ് ഡാറ്റാബേസ് സിസ്റ്റം. എന്തൊക്കെ കമ്പോണൻസ് ആണ് ഡാറ്റാബേസിനുള്ളതെന്ന് നോക്കാം. പല ഫിഗർ കാണുന്നുണ്ടായിരിക്കും. അതിൽ കുറെ യൂസേഴ്സ് ഉണ്ട്. എൻഡ് യൂസേഴ്സ്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്, അതുപോലെ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് കുറെ യൂസേഴ്സിനെ നമുക്ക് കാണാം. കുറെ ഹാർഡ്വെയർ ഡിവൈസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ DBMS, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്, അതുപോലെ പ്രൊസീജിയേഴ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ആദ്യത്തേതാണ് ഹാർഡ്വെയർ. ഹാർഡ്വെയർ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ യൂസ് ചെയ്യുന്ന നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം, നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ സിസ്റ്റം, റിട്രീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ സിസ്റ്റം, അതുപോലെ ഹാർഡ്വെയർ ഡിവൈസുകളെല്ലാം നമ്മുടെ DBMS ഓപ്പറേഷനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഹാർഡ്വെയർ ഡിവൈസും, നെറ്റ്വർക്കിംഗ് ഡിവൈസുകൾ, ഹബ്ബ്, സ്വിച്ച്, ഇങ്ങനെ പറയുന്ന നെറ്റ്വർക്കിംഗ് ഡിവൈസുകളും എല്ലാം ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ഹാർഡ്വെയർ കമ്പോണൻസിലാണ് വരുന്നത്. പിന്നെയുള്ളതാണ് സോഫ്റ്റ്വെയർ കമ്പോണൻസ്. സോഫ്റ്റ്വെയർ കമ്പോണൻസ് പറയുന്നത് നമ്മുടെ പ്രോഗ്രാം, ആപ്ലിക്കേഷൻ പ്രോഗ്രാം, DBMS, അതുപോലെ നമ്മുടെ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമിംഗ് യൂട്ടിലിറ്റീസും സോഫ്റ്റ്വെയർ എന്നുള്ള കമ്പോണൻസിൽ പെടുന്നതാണ്. പിന്നെ ഡാറ്റ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡാറ്റയുണ്ട്, മെറ്റാ ഡാറ്റയുണ്ട്. ഓപ്പറേറ്റ് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ റിട്രീവ് ചെയ്യുന്ന, സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ തന്നെയാണ് ഓപ്പറേഷണൽ ഡാറ്റ എന്ന് പറയുന്നത്. മെറ്റാ ഡാറ്റ എന്ന് പറയുന്നത് ഡാറ്റ അബൌട്ട് ഡാറ്റ. അതായത് നമ്മളൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡാറ്റാബേസിലെ ഓരോ കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം, ഇന്ന ടൈപ്പിലുള്ള ഡാറ്റ ആയിരിക്കണം വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെയാണ് എന്ന് പറയുന്നത് മെറ്റാ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് മൂന്നാമത്തെ കമ്പോണന്റ്, ഡാറ്റ എന്ന് പറയുന്ന കമ്പോണന്റ്. DBMS ഡാറ്റ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഫീൽഡ്, റെക്കോർഡ്, ഫയൽ എന്നുള്ള ഓർഡറിലാണ് അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫീൽഡ് എന്ന് പറയുകയാണെങ്കിൽ ഡാറ്റയുടെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റിനെയാണ് ഫീൽഡ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ സ്കിപ്പ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പൊ സ്റ്റുഡന്റിന് ഒരു അഡ്മിഷൻ നമ്പർ ഉണ്ടായിരിക്കും, ഒരു നെയിം ഉണ്ടായിരിക്കും, ആളുടെ ഏജ് ഉണ്ടായിരിക്കും, അഡ്രസ് ഉണ്ടായിരിക്കും, മാർക്കുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ പറയുന്ന ഏജ് അല്ലെങ്കിൽ നെയിം, റോൾ നമ്പർ, അഡ്മിഷൻ നമ്പർ എന്നൊക്കെ പറയുന്നതിനെയാണ് ഫീൽഡ് എന്ന് പറയുന്നത്. ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി ഈ ഫീൽഡുകളുടെ ഒരു കളക്ഷനാണ് എന്തെന്ന് പറയുന്നത്, റെക്കോർഡ് എന്ന് പറയുന്നത്. ഫീൽഡുകളുടെ ഒരു കളക്ഷനാണ് റെക്കോർഡ്. ഇപ്പൊ ഒരു കുട്ടിയുടെ ഫുൾ ഡാറ്റ എന്ന് പറയുന്നത് ഒരു റെക്കോർഡാണ്. ഇനി ഈ റെക്കോർഡുകളുടെ കളക്ഷനാണ് എന്ന് പറയുന്നത്, ഈ റെക്കോർഡുകളുടെ കളക്ഷനാണ് ഫയൽ എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് യൂസേഴ്സ്. നമ്മുടെ DBMS ആയി ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളെയാണ് യൂസേഴ്സ് എന്ന് പറയുന്നത്. ആ ഡിഫറെന്റ് കാറ്റഗറീസ് ഉണ്ട്, നമുക്ക് നോക്കാം. ആദ്യത്തെ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, DBE. DBMSന്റെ ഓവറോൾ ഓപ്പറേഷൻസ്, മെയിന്റനൻസ്, അതിന്റെ കൺട്രോളിങ്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് DBA, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ആൾക്കൊരു ഫംഗ്ഷൻസ് ഉണ്ട്. അതിൽ ലോജിക്കൽ സ്കീമ, ഫിസിക്കൽ സ്കീമ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ക്രാഷ് റിക്കവറി പെർഫോം ചെയ്യാം, നമുക്ക് ഓതറൈസേഷൻ പ്രൊവൈഡ് ചെയ്യാം. സെക്യൂർ എന്ന് പറഞ്ഞു, ഡാറ്റാബേസ് സെക്യൂർ എന്ന് പറഞ്ഞു. അപ്പൊ ആർക്കൊക്കെ അത് അലോ ചെയ്യാം, ഈ ഡാറ്റാബേസ് ആക്സസ് ചെയ്യാനായിട്ട് ആർക്കൊക്കെ റെസ്ട്രിക്ഷൻസ് വെക്കണം, ആർക്കൊക്കെ ഇത് അലോ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് DBA ആണ്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ് ഇതെല്ലാം ചെയ്യുന്നത്. അടുത്താണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് എന്നത് കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് ആണ്. ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് വഴിയാണ് അവര് അത് ഡാറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. DML ലാംഗ്വേജ്, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് വെച്ചിട്ടാണ് അവര് ഇന്ററാക്ഷൻസ് പെർഫോം ചെയ്യുന്നത്. അടുത്താണ് സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്. സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് പറയുന്നത് എഞ്ചിനീയേഴ്സ്, സയന്റിസ്റ്റ്, യൂസിങ് ക്വറി വെച്ചിട്ട്, ഡയറക്റ്റ് ക്വറി വെച്ച് ഡാറ്റാബേസുമായിട്ട് ഡീൽ ചെയ്യുന്ന ആളുകളെയാണ് സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നെയിം യൂസേഴ്സ്.
അധികം പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊന്നും അറിയില്ല, ഡാറ്റാബേസുമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാത്ത ആളുകളാണ്. പക്ഷെ അവര് ഡാറ്റാബേസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് യൂസിങ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് വഴിയാണ്, പ്രീ റിട്ടൺ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് വഴിയാണ് അവര് ആക്സസ് ചെയ്യുന്നത്. ഇത് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രീ റിട്ടൺ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് വഴി DBMS ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന യൂസേഴ്സ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. നേം യൂസേഴ്സ് ആണ് അത് ഇന്ററാക്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ബാങ്കിങ് ക്ലർക്ക്, സൂപ്പർ മാർക്കറ്റിലെ ബില്ലിംഗ് പേഴ്സൺ എന്ന് പറയുന്നത് അവർക്കൊരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം അവർക്ക് കയ്യിലുണ്ടായിരിക്കും. ആ ആപ്ലിക്കേഷൻ പ്രോഗ്രാം വഴിയാണ് അവരുടെ നമുക്കുള്ള ബില്ലൊക്കെ പ്രിന്റ് തരുന്നതൊക്കെ ആ ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം വഴിയാണ്. അപ്പൊ ഇതും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രീ റിട്ടൺ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് വഴി DBMS ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന യൂസേഴ്സിന്റെ പേര് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ബാങ്കിങ് ക്ലർക്ക്, സൂപ്പർ മാർക്കറ്റ് ബില്ലിംഗ് പേഴ്സൺ, ഇവരൊക്കെ എന്ത് യൂസറിന്റെ എക്സാമ്പിൾ ആണെന്നുള്ള ക്വസ്റ്റ്യനും കാണാറുണ്ട്. അടുത്തതാണ് പ്രൊസീജിയേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. നമ്മുടെ DBMS എങ്ങനെ ആക്സസ് ചെയ്യണം, അതിലേക്ക് എങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്യണം എന്നുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ഇപ്പൊ ഇതിൽ നമ്മള് DBMS ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന എല്ലാ യൂസേഴ്സിനും DBMSന്റെ ഫുൾ ഓപ്പറേഷൻ അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം അവർക്ക് അവരുടെ ആവശ്യമുള്ള ഡാറ്റ അവർക്ക് റിട്രീവ് ചെയ്യുക അല്ലെങ്കിൽ ഡാറ്റ അവർക്ക് സ്റ്റോർ ചെയ്യുക എന്നതിലുപരിയായിട്ട് എല്ലാ യൂസേഴ്സിനും, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നെയിം യൂസറിനായെങ്കിലും അല്ലെങ്കിൽ സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സിനായാൽ കൂടി അവർക്ക് എല്ലാ ഡാറ്റയും അല്ലെങ്കിൽ അതിന്റെ ഫുൾ വർക്കിംഗ് എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊന്നും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ട അല്ലെങ്കിൽ എല്ലാവർക്കും അറിയേണ്ട ആ ഒരു എബിലിറ്റിനെയാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 ലെവൽ അബ്സ്ട്രാക്ഷൻസ് ആണ് ഉള്ളത്: ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ, വ്യൂ ലെവൽ. ഏറ്റവും ലോവസ്റ്റ് ലെവൽ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നതാണ് ഫിസിക്കൽ ലെവൽ. ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, അത് എവിടേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്, എന്ത് ഫോർമാറ്റിലാണ് സ്റ്റോർ ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഫിസിക്കൽ ലെവലിൽ വരുന്നത്. അടുത്ത ലെവലാണ് ലോജിക്കൽ ലെവൽ അല്ലെങ്കിൽ കൺസെപ്ഷണൽ ലെവൽ എന്നൊക്കെ പറയും. അപ്പൊ അതിൽ എന്ത് ഡാറ്റയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, ആ ഡാറ്റകൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ലോജിക്കൽ ലെവലിൽ വരുന്നത്. ലാസ്റ്റ് ലെവലാണ് വ്യൂ ലെവൽ എന്ന് പറയുന്നത്. ഏറ്റവും ഹയസ്റ്റ് ലെവൽ അബ്സ്ട്രാക്ഷൻ ആണ് വ്യൂ ലെവൽ എന്ന് പറയുന്നത്. അത് യൂസറായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ലെവലാണ് വ്യൂ ലെവൽ എന്ന് പറയുന്നത്. യൂസേഴ്സ് ഡാറ്റ റിട്രീവ് ചെയ്യുന്നത് ഈ ഒരു വ്യൂ ലെവൽ വഴിയാണ് ഡാറ്റ റിട്രീവ് ചെയ്യുന്നത്. ടോപ്പിക്കാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഡാറ്റ ഇൻഡിപെൻഡൻസ് പറഞ്ഞ എബിലിറ്റി ആണ്. എബിലിറ്റി എന്തിനുള്ള എബിലിറ്റി ആണ്? നമ്മൾ നേരത്തെ കണ്ട 3 ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ ഉണ്ടല്ലോ. ആ അബ്സ്ട്രാക്ഷൻസിലെ ഹയർ ലെവലിൽ ചേഞ്ച് വരുത്താതെ ലോവർ ലെവലിൽ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഹയർ ലെവലിൽ ഒരു ചേഞ്ചും വരുത്താതെ തന്നെ നമുക്ക് ലോ ലെവലിൽ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. 2 ടൈപ്പ് ഡാറ്റ ഇൻഡിപെൻഡൻസ് ആണ് വരുന്നത്: ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ആൻഡ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് നമ്മൾ ഫിസിക്കൽ ലെവലില് സ്കീമയിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ അത് ലോജിക്കൽ ലെവലിനെ എഫക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്തായിരിക്കും? ആ ലോജിക്കൽ ലെവൽ സ്കീമ നമ്മൾ ചേഞ്ച് ചെയ്താലും അത് അടുത്ത ലെവലിൽ എക്സ്റ്റേണൽ അല്ലെങ്കിൽ വ്യൂ ലെവലിലെ ചേഞ്ച് വരുത്താത്തതാണ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഡാറ്റാബേസ് എന്താണ്, ഡാറ്റാബേസിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, അതുപോലെ തന്നെ ഡിഫറെന്റ് ടെർമിനോളജീസ് ആയിരുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.